നിനക്ക് ചെടിക്ക് വെള്ളം നനയ്ക്കുന്ന ജോലിയല്ലേ? അല്ല, നമ്മുടെ ക്ലാസ്സിൽ ഒരു പൂച്ചട്ടി പോലെ ഇല്ലല്ലോ. ലീന, ക്ലാസ് റൂമിൽ അടിച്ചു വാരി എനിക്ക് കൈയൊക്കെ വേദനിക്കുന്നു. നീ ഒന്ന് അടിച്ചു വാര്. ഞാനെന്തിനു ചെയ്യണം? അത് നിന്റെ പണിയല്ലേ. ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കണം. അതിന് ഇനി സമയമുണ്ട്. കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ. മയക്കണ, ആ കന്നഡ ഒന്ന് എടുത്തു തരോ? എന്താ? നീ ഇത് പിടിച്ചോ. ദേഷ്യപ്പെടാതെ ആ ചീർപ്പും കൂടി കൊണ്ടുവരോ? ഇതൊക്കെ കുറച്ച് കൂടുതലായി തോന്നുന്നില്ലേ? ആ പൗഡർ ടിന്നൊന്ന് കൊണ്ടുതരോ? ഇരുന്ന് അടുത്തേന്ന് എഴുന്നേക്കില്ലേ? എല്ലാം എന്നോട് പറയാ. ഞാൻ പോവാ. പൂച്ചക്കുട്ടി സുഖാണോ? ലീന കാരണം എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നുന്നു. അവള് മഹാ മടിച്ചായിരിക്ക. എണീറ്റത് മുതൽ എന്നോടൊരു ജോലിക്കാരനെ പോലെയാ പെരുമാറുന്നത്. അതെടുക്ക് ഇതെടുക്ക് എന്ന് പറഞ്ഞ് എന്നെ ജോലി എടുപ്പിക്കുക. അതെ, സ്കൂളിലെ ഇത് തന്നെയാ ചെയ്യുന്നത്. ഞങ്ങളെ പണിയെടുക്കുന്നതൊക്കെ. ആമയേക്കാൾ അവൾ വളരെ സ്ലോ ആണ്. അവള് ഭാഗ്യം ചെയ്തോളാം. നമ്മളെ സ്കൂള് മുഴുവൻ വൃത്തിയാക്കുന്നത്. അവൾക്ക് ചെടിക്ക് വെള്ളം ഒഴിച്ചാൽ മാത്രം മതിയല്ലോ. എനിക്ക് ഒരു നല്ല ഐഡിയ തോന്നുന്നു. നിങ്ങൾ ആരും അവളോട് പറയരുതേ. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മിസ്സിനോട് സംസാരിക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ക്ലാസ് റൂം ഡള്ളായിരിക്കുന്നു എന്ന് ഞാൻ ഈ സ്കൂളിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നിയത്. അതിന്റെ കാരണം എനിക്കറിയാം മിസ്. നമ്മുടെ ക്ലാസ് റൂമിൽ ഒരൊറ്റ പൂച്ചെടി പോലും. ലീന പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് പൂച്ചട്ടികൾ വെക്കാന്ന് ഞാൻ തീരുമാനിച്ചത്. കാലത്ത് വരുമ്പോ തന്നെ പൂച്ചട്ടിയും അതിനാവശ്യമുള്ള വിത്തുകളും ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ മണ്ണ് നിറച്ച് വിത്ത് ഇതിൽ ഇട്ട് വെച്ചേക്കാം. അതിന് ദിവസവും വെള്ളം നനയ്ക്കേണ്ടത് ലീനയുടെ പണിയാണ്. ആ ചെടിയിലൊക്കെ പൂക്കൾ പൂക്കുമ്പോ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. എന്താ എല്ലാരും ഈ പണി ചെയ്യാൻ തയ്യാറല്ലേ? ലീനെ, ദിവസവും വെള്ളം നനയ്ക്കാൻ മറക്കല്ലേ. അതുമാത്രല്ല, സൂര്യപ്രകാശം അതിന് വളരെ അത്യാവശ്യമാണ്. ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. എല്ലാം ശരിയായ രീതി ചെയ്യണം. ശരി മിസ്, മിസ് പറഞ്ഞതുപോലെ ചെയ്യാം. എത്ര ജോലിയാ. ലീന, വേഗം എഴുന്നേക്ക്, അല്ലെങ്കിൽ സ്കൂളിൽ പോവാൻ ലേറ്റ് ആവും. ഞാൻ കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ. സ്കൂളിൽ പോയിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കാനുണ്ട്. ഞാൻ മറന്നുപോയി. വരട്ടെ. പൂച്ചട്ടിയൊക്കെ അതേപോലെ ഉണ്ടല്ലോ. വളർന്നിട്ടില്ല. നീ വെള്ളം ഒഴിക്കുന്നുണ്ടോ ഇല്ലേ? ഞാൻ സ്കൂളിൽ വന്നോടനെ ആദ്യം അത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എന്താ ചട്ടിയിൽ ഒരു ചെടിയും വളരാത്തത്? എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ? നിന്റെ ജോലി നീ ശരിക്കും ചെയ്യുന്നില്ലെന്ന് ഞാൻ മിസ്സിനോട് പറയാം. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? മോളെ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായല്ലോ. നീ എന്താ ഇനി ഉറങ്ങുന്നേ? ഞാൻ സ്കൂളിലേക്ക് പോയിട്ട് വരാമേ. ഇവള് ഇത്ര നേരത്തെ എഴുന്നേൽക്കാറില്ലല്ലോ. അവള് പോയിട്ട് വേണ്ടേ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ? ചെടിക്ക് വെള്ളം ഒഴിക്കാതെ ഉണങ്ങിപ്പോയി. നീ ഒഴിക്കുന്നോ അതോ ഞാൻ ഒഴിക്കട്ടെ? ഞാൻ കൊണ്ടുവരാം. നീ എന്നെ സഹായിക്കണം പ്ലീസ്. സഹായിക്കാം, പക്ഷെ എനിക്ക് കൈക്കൂലി തരോ? ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഒരു ഐസ്ക്രീമോ? എന്റെ മാജിക് പവറിൽ നിന്ന് എനിക്ക് നിറയെ ഐസ്ക്രീം വേണം. ജീവകാലം മുഴുവൻ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കണോ? മഴ പെയ്യുന്നുണ്ട് മോളെ, കൊട എടുത്തോണ്ട് പോ.
ചെടി ഇത്ര വേഗം വളർന്നോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യത്തില് ഇത് മാജിക് പോലെ തന്നെയുണ്ട്. എല്ലാത്തിനും ലീനയാണ് പ്രശംസിക്കേണ്ടത്. ഇനി അത് എന്റെ ജോലിയാ. സ്കൂളിലേക്ക് വെച്ച് എന്റെ ക്ലാസ്സിലെ കുട്ടികളാണ് വളരെ മിടുക്കന്മാരായിട്ടുള്ളത്. പ്രധാനമായിട്ട് ഞാൻ ലീനയ്ക്കാണ് നന്ദി പറയേണ്ടത്. അവളാണ് ദിവസവും ആ പൂച്ചട്ടിയിൽ വെള്ളം ഒഴിച്ച് ചെടികളൊക്കെ നന്നായി നോക്കിയത്. കൊള്ളാം ലീനെ. എല്ലാരും അവളെ പ്രശംസിച്ച് കൈതട്ടിക്കേ നോക്കട്ടെ. ഇനി ചെടികൾക്ക് വെള്ളം നനയ്ക്കാൻ ആരെയെ സെലക്ട് ചെയ്യണ്ടേ? എന്റെ സമ്മതമല്ലേ ലീനെ? ഇതില് നിനക്ക് വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ മിസ്. എങ്ങനെയോ എന്റെ പ്ലാൻ ഫലിച്ചു. ഇനി ലീന എന്നെ കൊണ്ട് ജോലി എടുത്തു.